എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാലന്റൈൻസ് ഡേ ഒക്കെ കടന്നുപോയി. പണ്ടായിരുന്നെങ്കിൽ വാലന്റൈൻസ് ഡേ എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയും തരംഗം കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതറിഞ്ഞതിന്റെ കുറച്ച് ഭവിഷ്യത്തുകളൊക്കെ ചുറ്റുപാടിലും കാണാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോസിലൂടെയും ഒക്കെ ഗിഫ്റ്റ് കൈമാറുന്നതും സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് അത് നമുക്ക് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ ഇതെല്ലാം ലൈഫിൽ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരു തോന്നലും, നമുക്ക് മാത്രമാണ് ഇതൊന്നും കിട്ടാത്ത എന്നുള്ള പ്രശ്നങ്ങളും, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഇതിനെ വേറൊരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോയി വെക്കാറുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ സ്നേഹം പങ്കുവെക്കുവാനും ഒരു ഗിഫ്റ്റ് കൈമാറുവാനും എന്നൊക്കെ ചോദിക്കുന്നിടത്ത് ചെറിയ അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അതിലൊക്കെ ചെറിയ കാര്യങ്ങൾ ഉണ്ട് താനും എന്ന് പറയാം. കാരണം സ്നേഹം അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു മൊമെന്റില് എന്നാ ഇതാ പിടിച്ചോ ഗിഫ്റ്റ് എന്നും പറഞ്ഞു മാത്രം കാണിക്കാനുള്ളതായിട്ട് കണക്കാക്കപ്പെടുമ്പോഴല്ലേ അതിൽ ശരിക്കും ഒരു പരാജയം ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ സ്നേഹത്തിനെ മനോഹരമായിട്ടൊന്ന് നിർവചിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു വാചകവുമായിട്ട് അത് കൂട്ടിച്ചേർക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെയാണ്: നമ്മൾ സ്നേഹിക്കപ്പെടുക എന്ന് പറഞ്ഞാല് നമ്മളെ കാണാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് എന്നായിരുന്നു ആ വാചകം. ഈ പറഞ്ഞ സെന്റൻസിനെ കുറച്ചും കൂടി ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നാല്, നമ്മുടെ കൂടെ ഒരാളുണ്ടാവുക, നമ്മളെ അറിയാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ അറിയാം, ഏത് റിലേഷൻഷിപ്പിലായാലും നമ്മളെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കൂടെ ഇരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കൂടെ ജീവിക്കുന്ന എല്ലാവരും ഇപ്പൊ ഈ ഫോണിലേക്ക് മാറിയപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും കൂടെയുള്ള ആൾക്കാർ പകുതിയെ കേൾക്കുന്നുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ആക്ച്വലി ഈ ഒരു സെന്റൻസിന്റെ റിയൽ ആയിട്ടുള്ള ഡെപ്ത് കിടക്കുന്നത്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നിടത്താണ് ഈ സ്നേഹം ഏറ്റവും മനോഹരമായിട്ട് വിജയിക്കുന്നത്. ഇതാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ആ റിയൽ സ്നേഹം. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനമാണ് എന്നൊക്കെ പറയില്ലേ, ആ സ്നേഹത്തിന്റെ തലം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും നിർവചിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇത് തന്നെയായിരിക്കും. ഇനി അതിൽ ഒന്നും കൂടി ഭംഗിയാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കറിയിൽ ലേശം ഉപ്പ് കൂടിയാലും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് പറ്റി, മൂടൽപ്പം മാറിയോ, ഉപ്പ് കൂടിയല്ലോ എന്ന് ചോദിക്കുന്നിടത്ത് മനോഹരമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് വരുമ്പോൾ എന്ത് പറ്റിയടോ, മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പോലും അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്നേഹം കണക്കാക്കാൻ കഴിയുന്നത് ഇത്തരം പരിഗണനകൾ അല്ലെങ്കിൽ ഇത്തരം നമ്മളെ കാണുന്നു എന്നുള്ള തോന്നല് യാഥാർത്ഥ്യമാവുന്നിടത്താണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എന്നിരുന്നാലും പറയാം, ഒരുപാട് ഗിഫ്റ്റുകൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ബോക്സിലാക്കി തരുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ട് ഇത്തരം കാണലുകളിലൂടെയും തിരിച്ചറിവുകളിലൂടെയും പരിഗണനയിലൂടെയും ഒക്കെ നമുക്ക് സ്നേഹിക്കപ്പെടാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ചുറ്റുമുള്ളവരെ കാണാൻ സാധിക്കട്ടെ, അതിലൂടെ ഓരോരുത്തരെയും സ്നേഹിക്കാൻ സാധിക്കട്ടെ.